സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്ത വ്യാജമരുന്നുകൾ വ്യാപകമായി വിറ്റഴിക്കുന്നുവെന്ന് ഗുരുതര കണ്ടെത്തൽ. വൈറൽ പനി മുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വ്യാജമോ ഗുണനിലവാരമില്ലാത്തതോ ആയവ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. സംസ്ഥാനത്തുടനീളമുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ മതിയായ ഡ്രഗ്സ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൂടി വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. 2 വർഷത്തിനിടെ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ 5.2 കോടി രൂപ വില വരുന്ന ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കണ്ടെത്തി. വല്ലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പാണ്. മറ്റ് 9 ജില്ലകളിലെ കണക്കുകൾ കൂടി ചേർക്കുമ്പോൾ മരുന്ന് വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും. വൈറൽ പനി, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരമില്ലാത്തവ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മറ്റു ജില്ലകളിലെ കണക്ക് ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തതിനാലെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത്. നിലവാരമില്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്നവയുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 2024 പ്രമേഹം, തലകറക്കം, വെർട്ടിക്കോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത 4,39 ലക്ഷം രൂപയുടെ മരുന്നിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഏകദേശം 24,000 മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവയിൽ പരിശോധന നടത്താൻ ആകെയുള്ളത് 50ഓളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രം. പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിൽ ഒരിക്കൽ പോലും പരിശോധന നടക്കുന്നില്ലെന്നാണ് വിവരം. പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റഴിച്ചു എന്നതാണ് സ്ഥിതി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് കമ്പനികളാണ് വിപണിയിൽ മരുന്നെത്തിക്കുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും ഇറങ്ങുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.